ഹലോ, എല്ലാവർക്കും പാരമ്പര്യയുടെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. നമുക്ക് വെറും 3 ദിവസം കൊണ്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അടിപൊളി ബീട്രൂട്ട് വൈൻ ഉണ്ടാക്കി നോക്കിയാലോ? ക്രിസ്മസിന് ഇനി വളരെ ചുരുങ്ങിയ ദിവസങ്ങളേ ഉള്ളൂ. ഞാൻ ഈ ബീട്രൂട്ട് വൈൻ ഉണ്ടാക്കിയിട്ട് വീഡിയോയും എടുത്തു വെച്ചിട്ട് കുറേ ദിവസങ്ങളായി. അത് അപ്ലോഡ് ചെയ്യാൻ അല്പം താമസിച്ചു പോയി. ഇനി ഒരു പക്ഷേ നിങ്ങൾക്ക് ക്രിസ്മസിന് ഉണ്ടാക്കാൻ സമയം കിട്ടിയില്ലെങ്കിലും ന്യൂ ഇയറിനെങ്കിലും ഈ ഒരു വൈൻ നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ. ഇത് നമ്മുടെ ശരീരത്തിനൊക്കെ നല്ല നിറം വയ്ക്കാനും ബ്ലഡ് പ്യൂരിഫൈഡ് ആകാനും നല്ല ഡൈജഷൻ നടക്കാനും ഒക്കെ ബീട്രൂട്ട് എന്ന് പറയുന്നത് ഒരു നല്ല ആൻറ്റി ഓക്സിഡൻറ്റും കൂടെയാണല്ലോ. അപ്പം അങ്ങനത്തെ ഒരു നല്ലൊരു ഹോം മെയ്ഡ് വൈനാണിത്. 3 ദിവസം കൊണ്ട് വളരെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള വൈനാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഞാനൊരു 1/2 കിലോ ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. തിളപ്പിച്ചാറ്റിയ ഒരു 1 ലിറ്റർ വെള്ളം നമുക്ക് കുക്കറിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ബീട്രൂട്ടും ഈ വെള്ളവും ചേർത്ത് കുക്കറിലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാനുള്ള സ്പൈസസ് ഒക്കെ എടുത്ത് വയ്ക്കാം. ഒരു പട്ട ഒരു 3 കഷ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഗ്രാമ്പൂ ഒരു 3 കഷ്ണം ഗ്രാമ്പൂ, ഒരു 2 ഏലയ്ക്ക, പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ഒന്ന് കുത്തി ചതച്ചത്. ഇത്രയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കുക്കറിൽ ഒരു 2 വിസിൽ വെച്ച് അടച്ചു വയ്ക്കാം. ഒരു 3 മണിക്കൂർ വരെ അത് അവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് തണുക്കട്ടെ. ഇനിയാണ് നമ്മൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടത്. ഇനി തൊട്ട് നമ്മൾ എടുക്കുന്ന ഒരു പാത്രത്തിലും ജലാംശം ഒട്ടും ഉണ്ടായിരിക്കാനേ പാടില്ല. നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ പാത്രങ്ങളും തലേദിവസം തന്നെ വെയിലത്ത് വെച്ച് ഉണക്കി സൂക്ഷിച്ചെടുത്ത് വച്ചിരിക്കണം. നമ്മൾ അപ്പം തന്നെ കഴുകി ഉണക്കി എടുക്കരുത്. അതിൽ ഒരല്പം പോലും ഇതുപോലെ ഈ പ്ലാസ്റ്റിക് അരിപ്പയിലൊക്കെ ആ സുഷിരങ്ങളിലൊക്കെ ജലാംശം ഇരിക്കും. ഒരല്പം പോലും ജലാംശം ഉണ്ടാവാൻ പാടില്ല. അപ്പോഴേ നമ്മുടെ വൈൻ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും കേട് കൂടാതെ പുളിക്കാതെ അങ്ങനെ ഇരിക്കുകയുള്ളൂ. നമ്മൾ ഉപയോഗിക്കുന്ന ആ ജാറും പാത്രങ്ങളും എല്ലാം വെയിലത്ത് വെച്ച് കഴുകി ഉണക്കിയതിന് ശേഷം നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങുന്ന സമയത്ത് ടിഷ്യൂ പേപ്പർ വെച്ച് ഒന്ന് തുടച്ചിട്ട് വീണ്ടും അടുപ്പിൽ വെച്ച് ഒന്നുകൂടെ ഒന്ന് ചൂട് കാണിച്ചതിന് ശേഷം മാത്രമേ നമ്മളിത് ഉപയോഗിക്കാൻ പാടുള്ളൂ. എല്ലാ സ്പൂണ് വരെയും എല്ലാ സാധനങ്ങളും, അത് പ്രത്യേകിച്ചും ആ തടിയുടെ തവിയൊക്കെ അതിൽ ഉണങ്ങിക്കിട്ടാൻ വളരെ താമസിക്കും. അതുകൊണ്ട് വളരെ നന്നായിട്ട് ഉണക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ഉപയോഗിക്കാവൂ. അപ്പോഴേ നമ്മുടെ വൈൻ നന്നായിട്ടിരിക്കുകയുള്ളൂ. ഇപ്പോൾ ഈ സമയത്ത് ഒരു 3-4 മണിക്കൂറായിട്ടുണ്ട്. നമ്മുടെ ബീട്രൂട്ടൊക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പ്ലാസ്റ്റിക് അരിപ്പയിലോട്ട് ഒന്ന് അരിച്ചെടുക്കാം. ആ തടിയുടെ തവി വെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ നീരൊക്കെ നല്ലതുപോലെ ആ പാത്രത്തിലോട്ട് അങ്ങ് വീണോളും. ഇപ്പോൾ നമ്മൾ അതെല്ലാം നീരെല്ലാം എടുത്തിട്ടുണ്ട്. ഇനി പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര നമ്മൾ 1/2 കിലോ ബീട്രൂട്ടിന് 1/2 കിലോ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നവരും ഉണ്ട്. പക്ഷേ ഞാനൊരല്പം മധുരം കുറവിരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഒരു 400 ഗ്രാം പഞ്ചസാരയെ ഞാൻ എടുത്തിട്ടുള്ളൂ. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1/2 കിലോ പഞ്ചസാര ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് അലിയിപ്പിച്ചെടുക്കാം പഞ്ചസാര. ഇനി നമുക്ക് ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. ഈസ്റ്റ് ഒരു 3/4 ടേബിൾ സ്പൂൺ ഈസ്റ്റ് 1/2 കിലോ ബീട്രൂട്ടിൻ്റെ വൈനിന്. ഇതും നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം ഞാനത് ഒരു ഗ്ലാസ് ജാറിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ബാക്കി ആ പാത്രത്തിൽ തന്നെ വെച്ചിരിക്കുകയാണ്. ഒരു കൈപ്പിടി ഗോതമ്പ്, മുഴുവൻ ഗോതമ്പ് 2 പാത്രത്തിലോട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗോതമ്പ് നമ്മുടെ വൈന് നല്ല സ്ട്രോങ് ആക്കി എടുക്കുന്ന ഒരു സാധനമാണ്. മുഴുവൻ ഗോതമ്പ് കിട്ടിയില്ലെങ്കിൽ ബ്രോക്കൺ വീറ്റ് ഇട്ടാലും മതി. ഇനി ഇത് ആ ജാർ ഒരു തുണിയിൽ പൊതിഞ്ഞ് കെട്ടി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ആ ഒരു വൈൻ ഞാൻ സ്റ്റീൽ പാത്രത്തിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇങ്ങനെ പൊതിഞ്ഞ് കെട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല, അല്ലാതെ വേണമെങ്കിൽ വെക്കാം. ഇനി നമുക്കിത് ഒരു സൂര്യപ്രകാശം കടക്കാത്ത ഒരു കബോർഡിലോ എവിടെയെങ്കിലും ഒന്ന് കയറ്റി വയ്ക്കാം. ആ ജാറിൻ്റെ ഒരു 3/4 ഭാഗം മാത്രമേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. ബാക്കി ഭാഗം നമ്മൾ ജാർ അത് ഫെർമെൻ്റ് ആകാനുള്ള സ്പേസ് കൊടുത്തിരിക്കുകയാണ്. പകുതി 3/4 ഭാഗമേ അതിലൊഴിക്കാവുള്ളൂ. ഇനി പിറ്റേന്ന് രാവിലെ ആയിട്ടുണ്ട്. ഞാൻ ആ ജാറ് തുറന്ന് അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. ഉണങ്ങിയ തവി വെച്ചിട്ട് പാത്രത്തിലുള്ളതും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇനി ഇതുപോലെ തുടർന്ന് വരുന്ന ആ 3 ദിവസങ്ങളിൽ നമ്മൾ അതേ സമയത്ത് 24 മണിക്കൂറിന് ശേഷം തുറന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും അതുപോലെ ഒന്ന് പൊതിഞ്ഞ് കെട്ടി ഇരുട്ടുള്ള കബോർഡിലോ എവിടെയെങ്കിലും വെക്കുകയാണ്. 3 ദിവസം തുടർച്ചയായിട്ട് ഒരേ സമയത്ത് തുറന്ന് നമ്മൾ ഇളക്കി കൊടുക്കണം. ഇനി 3 ദിവസം കഴിഞ്ഞു. ഇത് 4ാമത്തെ ദിവസമാണ്. ഞാനത് ജാറ് തുറന്നു, ഉണങ്ങിയ തവി വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നു. അടുത്ത പാത്രത്തിലുള്ളതും നമ്മൾ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്കിത് അരിച്ചെടുക്കാം.
അരിച്ച് നമ്മുടെ കുടിക്കാൻ പാകത്തിനുള്ള വൈൻ നമുക്ക് റെഡിയായി കഴിഞ്ഞു. ഇത് നമുക്ക് നല്ല ഒരു ഉണങ്ങിയ ഒരു വെള്ള തുണി വെച്ച് ഒരു കണ്ണാടി ഒരു ഗ്ലാസ് ജാറിലോട്ട് ഞാൻ അരിച്ചൊഴിക്കുകയാണേ. ഇതാ കളർ കണ്ടില്ലേ, നല്ല കളർ. ആ തുണിയിലൂടെ നമ്മൾ ശ്രദ്ധിച്ച് എല്ലാം അരിച്ചെടുക്കുക. നല്ല മണവും കേട്ടോ, വൈനിൻ്റെ ആ ഒരു മണം വീട്ടിനകത്ത് മൊത്തം മണം. ദേ നല്ല കളറോടുകൂടി ഞാൻ ആ ബൗളിലെല്ലാം അരിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ, ആ തോർത്തിൻ്റെ അടിയിൽ കുറച്ച് സെഡിമെൻറ്റ്സ്, ആ ഗോതമ്പൊക്കെ ഇങ്ങനെ അടിഞ്ഞിട്ടുണ്ടാവും. അതൊക്കെ നമുക്കങ്ങ് കളയാം. പിന്നെ ഈ ഒരു വൈൻ എന്ന് പറയുന്നത് നല്ല ഒരു എയർ ടൈറ്റുള്ള കുപ്പിയിലാണ് നമ്മൾ അടച്ചു വെക്കേണ്ടത്. ഇതുപോലെ കളർ ബോട്ടിലാണെങ്കിൽ വളരെ നല്ലതാണ്. ഇതുപോലെ ക്ലിപ്പുള്ള ബോട്ടിലുകൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അങ്ങനത്തെ ബോട്ടിലുകളിലാണെങ്കിൽ ഇത് സേഫായിട്ട് ഇരുന്നോളും. ഞാൻ ഒരു കളർ ബോട്ടിലും ഒരു വെള്ള ബോട്ടിലും ഒരു 1/2 കിലോ ബീറ്റ്റൂട്ടിൽ നിന്ന് എനിക്ക് ഒരു 1.5 ലിറ്റർ വൈൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ ശ്രദ്ധിച്ച് വൈൻ ഉണ്ടാക്കിയാൽ, അതായത് ഒരു അല്പം പോലും ജലാംശമില്ലാതെ പാത്രങ്ങൾ ഉപയോഗിച്ച് നമ്മൾ വൈൻ ഉണ്ടാക്കിയാൽ ഇതൊരു വർഷം വരെ കേടുകൂടാതെ ഇരിക്കും തോറും അത് വീര്യം കൂടുകയും ചെയ്യും. അപ്പം ഇത്രയും നല്ലൊരു ഹോം മെയ്ഡ് വൈൻ വളരെ നല്ല ഒരു മണവും അതിൻ്റെ ആ ഒരു തനതായ രുചി അതുപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇത് കൊച്ചു കുട്ടികൾക്ക് പോലും കൊടുക്കാൻ പറ്റും. ഫ്രിഡ്ജിൽ വെച്ചിട്ട് കൊടുക്കണം എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ കൂടുതൽ സ്ട്രോങ് ആവില്ല. വലിയവർക്ക് അല്ലാതെ വെളിയിൽ വെച്ചും കഴിക്കാം. അപ്പോൾ ഇത് ഒന്ന് വീട്ടിൽ നിങ്ങൾ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഹാവ് എ ഗുഡ് ഡേ.